ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ നല്ല ലെങ്ത് ആയിട്ടുണ്ട്. ഒരു 6-7 ദിവസമായി വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ വീഡിയോ ഇടാൻ പറ്റാഞ്ഞതിൻ്റെ കാരണം വയ്യാതെയൊക്കെ ഇരിക്കണമായിരുന്നു. പനിയൊക്കെ പിടിച്ച് വീട്ടിലെല്ലാവർക്കും. ഹോസ്പിറ്റൽ കേസും പിന്നെ വർക്കിൻ്റെ കുറച്ച് ബിസിയൊക്കെ ആയിപ്പോയതുകൊണ്ടാണ് വീഡിയോ ഒന്നും അങ്ങനെ ഇടാൻ പറ്റാഞ്ഞത്. കറക്റ്റ് 7 ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇനി നമ്മുടെ ചാനലിൽ വീഡിയോക്ക് ഡിലേ വരത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ്, വേറെ ഒന്നും വിചാരിക്കരുത്. എല്ലാവർക്കും മാറി, അസുഖം എല്ലാവർക്കും മാറി, പനി എല്ലാവർക്കും മാറി, നമുക്കും മാറി, എല്ലാവരും ബെറ്ററായിട്ട് വരുന്നു. അപ്പോൾ അതെ, ഇന്നൊരു ഫിഷിങ് വീഡിയോ ഒക്കെ വന്നേക്കണേ. വലയുടെ ഒരരികെ നമ്മൾ കെട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ വലയിട്ട് തുടങ്ങിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഉടക്കൊക്കെ തീർത്തിട്ടാണ് വന്നേക്കുന്നത്. നമ്മൾ തുടങ്ങിയത് അവിടെ നിന്നാണ്. ഇട്ടിട്ടിട്ട് ഇവിടം വരെ നല്ല ഓളമുണ്ട് കായലിൽ. കായൽ വന്നാലൊന്നും വിഷയമില്ല, കാരണം ഈ വല നേരെ വെള്ളത്തിൻ്റെ അടിയിലായിരിക്കും. ഓക്കെ, ഇതുണ്ടോ ലൈൻ കമ്പി കണ്ടോ, കയ്യെത്തിച്ച ലൈനിലാണ്. 3 ഫേസ് ലൈനാണ്. നൈസിൽ കല്ല് മാറ്റി അടിയിലെത്തി കണ്ടോ. ഈ കുപ്പി മാത്രമേ പൊങ്ങി കിടക്കത്തുള്ളൂ. ഈ കുപ്പി ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ ഹൗസ് ബോട്ട് പോയാലും മറ്റേ എഞ്ചിൻ വെച്ച വെള്ളം എന്ത് പോയാലും ഒരു കുഴപ്പമില്ല, നമ്മുടെ വല അടിയിലാണ്. അപ്പോൾ ഇനി നമുക്കൊരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വല പൊക്കാം. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. തിരിച്ചു പോവുകയാണ്. വെള്ളം ചെറുതായത് പറഞ്ഞ പോലെ വെള്ളം വലിച്ചു വിടാൻ പറ്റും. നല്ല കാറ്റുണ്ടല്ലോ. അപ്പോൾ പിന്നെ 2 മണിക്കൂർ കഴിഞ്ഞ് കാണാം. നമ്മളെ സൈഡിലെത്തി. വെള്ളത്തിൽ കിടന്ന് കസർത്ത് കാണിക്കരുത്, വെള്ളത്തിൽ വീഴും. ഇതുരുളം വെള്ളം. നമ്മൾ വലയെടുക്കാൻ വന്നിട്ടുണ്ട്. നമ്മുടെ വെള്ളമല്ല, വേറൊരു വെള്ളമുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരു 6 കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വല എടുക്കാം. നമ്മൾ നേരത്തെ വല കെട്ടി വെച്ച സ്ഥലം എത്തിയിട്ടുണ്ട്. നമ്മളിവിടെയാണ് വല കെട്ടി വെച്ചത്. നമ്മൾ വലയെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. എന്താ കിട്ടണമെന്ന് നോക്കാം. മീൻ കിട്ടാം, മീൻ കിട്ടാതിരിക്കാം. റീൽ എന്താ ഉണ്ടാക്കുന്നത് അല്ലേ? ഒരു കുറിച്ചിൽ. പക്ഷേ നമുക്ക് കുറിച്ചിലാണ് എനിക്ക് കിട്ടുന്നത്. കുറിച്ചിലാണോ? ചെറുതാണ്. ചെറിയ കുറിച്ചിൽ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വലയിട്ടപ്പോൾ ഒരു തെരണ്ടി കിട്ടിയായിരുന്നു. നമ്മളത് കാണിച്ചായിരുന്നത്. ഇലച്ചിൽ കണ്ടാ, ഇലച്ചിലുണ്ട്. പ്രാഞ്ഞിൽ വലിയൊരു പ്രാഞ്ഞിലുണ്ട്. കാണുന്നുണ്ടോ? പ്രാഞ്ഞിൽ. കൂരി, ഒരു കൂരി കിട്ടിയിട്ടുണ്ട്. ഒട്ടി സൈസ് ആണ്. ഇതണ്ട, ഒരു സൈസ് കൂരി കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം വലുതാണ്. കണ്ട കൂരി. ഒരു കൂരി.
എന്തോ പോയി, ചെറിയ മീൻ എന്തോ സൈസ് കൂരി. ഇതെന്താ വേറൊരു സൈസ് കൂരി. ആ മീനൊക്കെ അവസാനം കാണിച്ചില്ല അങ്ങോട്ടില്ല. പൂളൻ ആരൻ 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 ഒരു ആരാൻ കിട്ടിയിട്ടുണ്ട്. ഇലച്ചിലി ഇത് കണ്ടോ, ഇലച്ചിലി രണ്ടെണ്ണം, ഒരു ചെറുത് ഒരു വലുത്. വേറൊരു ഇലച്ചിലി. സൈസ് വേറൊരു കൂരി. അതാ സൈസ് കൂരി. കൂരിയുടെ വെള്ളപ്പാടം അതെ കാണാം. വീണ്ടും ഒരു കൂരി. വീണ്ടും ഒരു കൂരി. വീണ്ടും വീണ്ടും കൂരി. ഫ്ലാഷ് അടിക്കണം, ഫ്ലാഷ് അടിക്കേണ്ടി വരും. ഫ്ലാഷ് അടിക്കാം. കണ്ടോ ആണോ? ഇത് കണ്ടോ, 2 കൂരി. ഫ്ലാഷ് അടിച്ചോ? ഇത് കണ്ടോ, 2 കൂരി അടുപ്പിച്ച് 3 എണ്ണം. വീണ്ടും ഒരു കൂരി. കൂരി കേരളമായിട്ട് വന്നു. അവസാനത്തെ കല്ല് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം എന്തൊക്കെ മീൻ കിട്ടിയെന്ന്. കൊള്ളാമല്ലേ? അതായത് നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. നമുക്കതേ അമ്മേനെ കാണിക്കാം മീൻ. കൂരി, ഇലച്ചില്, കൂരി, പ്രാഞ്ഞില്. എന്താ ഇത്രയും മീനുകളാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇത് കണ്ട വലിയ കൂരി 1 2 3 4 5 6 7 8 9 എണ്ണം. ഇതേ പ്രാഞ്ഞിൽ കതിരാൻ, ഇലച്ചിൽ, വലിയ ഇലച്ചിൽ. അപ്പോൾ ഇത്രയും സാധനം നമുക്ക് കിട്ടിയേക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ.